ഇപ്പം ആപ്പിൾ ഐഫോൺസിൽ iOS 18.1 അപ്ഡേറ്റിന് ശേഷം പല AI ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല AI ഫീച്ചേഴ്സും വന്നിട്ടുള്ളത് ആപ്പിൾ ഐഫോൺ 15 Pro സീരീസിലും അതുപോലെ തന്നെ ആപ്പിൾ ഐഫോൺ 16 സീരീസിലും വരുന്ന ഫോണുകളിലൊക്കെയാണ്. അപ്പം പഴയ വെർഷൻസിൽ ഈ ഫീച്ചേഴ്സ് ലഭിച്ചോളണം എന്നില്ല. എന്തായാലും ഈ ഒരു AI ഫീച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഫോണുകളിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഫോട്ടോസിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഒബ്ജക്ട്സ് റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്പിൾ ഐഫോൺസിൽ ഫോട്ടോസിന് എന്തെങ്കിലുമൊക്കെ ഒബ്ജക്ട്സ് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോട്ടോസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒബ്ജക്ട്സ് റിമൂവ് ചെയ്യേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യുക. ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പം ഈ ഒരു ഫോട്ടോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു ഇത് എനിക്ക് ഒഴിവാക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ബട്ടൺ ഇങ്ങനെ കാണാൻ പറ്റും. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്ലീനപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് ഭാഗമാണോ നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക. ഇപ്പോൾ മാർക്ക് ചെയ്യുക എന്ന് പറയുമ്പം ഫുൾ പെർഫെക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണമെന്നില്ല, ഏകദേശം ആ ഒരു ഭാഗം മാത്രം ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യുമ്പം ആ ഒരു ഏരിയ കറക്റ്റായിട്ട് ഡിറ്റക്റ്റ് ആവുന്നതായിരിക്കും. അത് ഡിറ്റക്റ്റ് ആയി ഉടനെ തന്നെ ആ ഒരു ഭാഗം റിമൂവ് ആവുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു ഭാഗം റിമൂവ് ആയിട്ടുണ്ട്. ഇത് പെർഫെക്റ്റ് ആണോ എന്ന് വെച്ചാൽ വളരെ പെർഫെക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഒറ്റ നോട്ടത്തിൽ അത്യാവശ്യം നല്ലൊരു റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഈ ഒരു ഭാഗം റിമൂവ് ആയിട്ടുണ്ട്. ഇനി ഇത് സേവ് ചെയ്യാൻ ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ സേവ് ആവുന്നതായിരിക്കും. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും സേവിങ് ഫോട്ടോ. ഇപ്പം ആ ഒരു ഫോട്ടോ സേവ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആപ്പിൾ ഐഫോൺസിൽ AI ഉപയോഗിച്ചിട്ട് ഫോട്ടോസിന് ചില ഒബ്ജക്ട്സ് ഒക്കെ റിമൂവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.